ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഫങ്ഷൻസ് അതുപോലെ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് റിലേഷൻസും അതിൻ്റെ ടൈപ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഒരു സെറ്റ് എയിൽ നിന്ന് മറ്റൊരു സെറ്റ് ബിയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതെപ്പോഴാണ് ഫങ്ഷനായി മാറുന്നത്, അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷത്തെ ടോപ്പിക്കിൽ നമ്മൾ ഫങ്ഷൻസ് എന്താണെന്നും കുറച്ചേറെ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിൻ്റെ ഗ്രാഫുകളും പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് ഫങ്ഷൻസ് എന്ന ഡെഫിനിഷനിലേക്ക് പോകാം. ഒരു റിലേഷൻ ആർ എന്ന് പറയുന്നൊരു റിലേഷൻ സെറ്റ് എയിൽ നിന്നും സെറ്റ് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴാണ് ഫങ്ഷനായി മാറുന്നത്? എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ യുണീക്ക് ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ അത്തരം റിലേഷൻസിനെ ഫങ്ഷൻസ് എന്ന് പറയും. അതിൽ നമുക്കൊരു ഏറോ ഡയഗ്രം ശ്രദ്ധിക്കാം. തന്നിട്ടുള്ള ഏറോ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കാം. എയിൽ നിന്നും ബിയിലേക്കുള്ളൊരു റിലേഷനാണ് ഇവിടെ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇതൊരു ഫങ്ഷൻ ആണോ? നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഒരേ ഒരു ഇമേജ് മാത്രമേ ബിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1ൻ്റെ ഇമേജ് ആരാണ്? ബി ആണ്. 2ൻ്റെ ഇമേജ് എ ആണ്. 3യുടെ ഇമേജ് സി ആണ്. അതുപോലെ എല്ലാ എലമെൻസിനും എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് ഉണ്ട്. ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ റിലേഷൻ എന്താണ്? ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഫങ്ഷൻ ആവാനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ സെറ്റ്, അതായത് ഫങ്ഷൻ എവിടെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സെറ്റിൽ നിന്ന് ഉള്ള എല്ലാ എലമെൻസിനും രണ്ടാമത്തെ സെറ്റിലേക്ക് ഇമേജസ് ഉണ്ടായിരിക്കണം. ഒരേ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നമുക്ക് ഇതേ ഒരു എയിലും ബിയിലും മറ്റൊരു റിലേഷൻ ഡിഫൈൻ ചെയ്ത് നോക്കാം. ഫങ്ഷൻ അല്ലാത്ത ഒരു റിലേഷനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഒരു റിലേഷൻ R2 നമ്മളിവിടെ എറോ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും R2 നമുക്ക് ഒരു റിലേഷൻ ആണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനാണ്. 1ൻ്റെ ഇമേജ് എ ആണ്. 1ൻ്റെ ഇമേജ് വീണ്ടും സി ആണ്. പിന്നെ 2ൻ്റെ ഇമേജ് ബി ആണ്. ഇവിടെ നമുക്ക് വരുന്ന ഓർഡേർഡ് പെയർ 1A 1C 2B. ഇനി ഈ രണ്ടാമതേ എഴുതിയ ഈ റിലേഷൻ ഫങ്ഷൻ ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഇവിടെയുള്ള എല്ലാ എലമെൻസിനും എയിൽ നിന്നും ബിയിലേക്കുള്ളൊരു ഫങ്ഷൻ ആവണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് ഉണ്ടായിരിക്കണം. ഇവിടെ 3 എന്ന് പറയുന്ന എലമെൻറ്റിന് ബിയിലേക്ക് ഇമേജ് ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കണ്ടീഷൻ തന്നെ ഇവിടെ ഫെയിലായിട്ടുണ്ട്. അതുകൊണ്ട് R2 എന്തല്ല? ഫങ്ഷൻ അല്ല. എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ഫങ്ഷൻ അല്ല. തീർച്ചയായിട്ടും യുണീക്ക്നെസ്, ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഫെയിലായിട്ടുണ്ട്. അതായത് 1ൻ്റെ ഇമേജ് 2 ഇമേജ് ഇവിടെ വരുന്നുണ്ട്, എയും സിയും. അപ്പോൾ 1A 1C എന്ന് പറയുന്ന 2 പെയേഴ്സ് റിലേഷനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ 1ൻ്റെ ഇമേജ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്, എ ആണോ സി ആണോ? അപ്പോൾ യുണീക്ക്നെസ്, അവിടെ യുണീക്ക്നെസ് എന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എന്തല്ല? ഫങ്ഷൻ അല്ല. അപ്പോൾ ഒരു റിലേഷൻ ഫങ്ഷനാവണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ നമുക്ക് നോക്കാം. എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു റിലേഷൻ ഒരു ഫങ്ഷൻ ആവണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് ഉണ്ടായിരിക്കണം. അതുപോലെ യുണീക്ക് ഇമേജ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ R1 ഒരു ഫങ്ഷനാണ്, R2 ഫങ്ഷൻ അല്ല. ഇവിടെ 2 കണ്ടീഷനും എയിൽ നിന്നും ബിയിലേക്ക് ഒരു ഫങ്ഷൻ ആവാനുള്ള 2 കണ്ടീഷൻസും ഇവിടെ ഫെയിലായിട്ടുണ്ട്. അതായത് എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജ് കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ഒരു എലമെൻറ്റിന് 2 ഇമേജ് വരുന്നുണ്ട്. അപ്പോൾ യുണീക്ക് ഇമേജ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് R2 എന്തായിരിക്കില്ല? ഒരു ഫങ്ഷൻ അല്ല. എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ഫങ്ഷൻ ആവുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട് ഫങ്ഷൻ എന്താണെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഫങ്ഷൻ എന്നുള്ള കൺസെപ്റ്റിനെ ഉറപ്പിച്ചതിന് ശേഷമാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നോക്കേണ്ടത്. ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 1-1 ഫങ്ഷനാണ്. അതിന് മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് ഫങ്ഷൻ. അവിടെ 1-1 ഫങ്ഷനും ഇൻജക്റ്റീവ് ഫങ്ഷനും എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 1-1 ഫങ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെറ്റ് എയിൽ നിന്ന് മറ്റൊരു സെറ്റ് ബിയിലേക്കാണ് ആ ഫങ്ഷൻ എങ്കിൽ എയിലുള്ള ഡിഫറൻറ്റ് എലമെൻസിന് ബിയിലുള്ള ഇമേജസും ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പോൾ എയിലുള്ള ഡിഫറൻറ്റ് എലമെൻസിൻ്റെ ഇമേജസ് ബിയിൽ ഡിഫറൻ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ അത്തരം ഫങ്ഷനെ നമ്മൾ പറയുന്നത് 1-1 ഫങ്ഷൻ എന്നാണ്. നമുക്കൊരു ഏറോ ഡയഗ്രത്തിലൂടെ അതിനെ ഒന്ന് നോക്കാം.
ഈ രണ്ട് ചിത്രങ്ങളൊന്ന് പരിശോധിക്കാം. അതായത് എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് F1, മറ്റൊരു ഫംഗ്ഷനാണ് F2. ഇവിടെ 1ൻ്റെ ഇമേജ് 1 ആയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. 2, 4, 3, 9. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫംഗ്ഷൻ തന്നെ അല്ലേ നമുക്കൊന്ന് പരിശോധിക്കാം. എയിൽ നിന്നും ബിയിലേക്കുള്ള ഫംഗ്ഷൻ അല്ലേ ഇത് രണ്ടും എന്നും നമുക്ക് പരിശോധിക്കാം. എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിൽ ഇമേജസ് ഉണ്ട് അല്ലേ, ഇമേജ് ഉണ്ട്. അതുപോലെ യുണീക്ക് ഇമേജാണ് ബിയിലുള്ളത്. അതായത് 1ൻ്റെ ഇമേജ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ല, 1 ആണ്. 2ൻ്റെ ഇമേജ് 4 ആണ്. 3യുടെ ഇമേജ് 9 ആണ്. അതുകൊണ്ട് തന്നെ ഈ F1 ഒരു ഫംഗ്ഷനാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ F2, എ എന്ന് പറയുന്ന സെറ്റിൽ ഇവിടെ ഒരു എലമെൻ്റ് അധികമുണ്ട്. അവിടെ ഈ 4 എലമെൻസിനും ഇവിടെ ഇമേജസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് യുണീക്ക് ആണ്. അപ്പം -1ൻ്റെ ഇമേജ് ആരാണെന്ന് ചോദിച്ചാൽ 1 ആണ്. 1ൻ്റെ ഇമേജ് ആരാണെന്ന് ചോദിച്ചാൽ 1 ആണ്. അത് ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് F2. അപ്പോൾ ഇത് രണ്ടും ഫംഗ്ഷനാണ്. ഇനി 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എയിലുള്ള ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ഇമേജസ് ഡിഫറെൻ്റ് ആണെങ്കിൽ 1 ആണെന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ഈ F1 ഒന്ന് പരിശോധിക്കാം നമുക്ക്. എയിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും ഇമേജസ് ഒന്ന് ശ്രദ്ധിക്കുക. 1ൻ്റെ ഇമേജ് 1 ആണ്. 2ൻ്റെ ഇമേജ് 4 ആണ്. 3യുടെ ഇമേജ് 9 ആണ്. ഓരോ ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ഇമേജസും ഡിഫറെൻ്റ് ആണ്. അതായത് 2ൻ്റെ ഇമേജ് 1 അല്ല, 4 ആണ് ഇവിടെ. 3യുടെ ഇമേജ് 9 ആണ്. 4 അല്ല, 1 അല്ല, 9 ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻസിന് ഡിഫറെൻറ്റ് ഇമേജസ് കിട്ടുമ്പോൾ അത്തരം ഫംഗ്ഷനെ നമ്മൾ പറയുന്നു 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ഈ F1 എന്താണ്? 1 ആണ്. F1 1 ഫംഗ്ഷൻ ആണെന്ന് ഉറപ്പിക്കാം. ഇനി F2 ഒന്ന് ശ്രദ്ധിക്കുക. F2ലുള്ള പ്രത്യേകത എന്താണ്? ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ഇമേജസ് ഇവിടെ ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം -1ൻ്റെ ഇമേജ് 1 ആണ്. അതുപോലെ +1ൻ്റെ ഇമേജും 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ 2 എലമെൻസിന് ഒരേ ഇമേജ് വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഫങ്ഷൻസ് എന്താവില്ല? 1 ആവുന്നില്ല. 1 ആവാത്ത ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെനി വൺ. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ ആരാണ്? മെനി വൺ ഫംഗ്ഷനാണ്. അപ്പോൾ 1 ഫംഗ്ഷനും മെനി വൺ ഫംഗ്ഷൻ്റെയും ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാം. ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ഇമേജസ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മളതിനെ 1 ഫംഗ്ഷൻ എന്ന് പറയും. ഇമേജസ് ഡിഫറെൻ്റ് അല്ല എങ്കിൽ സെയിം ഇമേജ് വരുന്നുണ്ടെങ്കിൽ അത്തരം ഫംഗ്ഷനെ എന്താ പറയുന്നത്? മെനി വൺ ഫംഗ്ഷൻ. ഒന്നോ അതിൽ കൂടുതലോ എലമെൻസിന് സെയിം ഇമേജസ് വരുന്നുണ്ടെങ്കിൽ അത്തരം ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം? മെനി വൺ എന്ന് പറയാം. ഇനി അടുത്ത ഒരു ടൈപ്പ് ഫംഗ്ഷനാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ. ഈ ഓൺ ടു ഫംഗ്ഷനിൽ നമ്മളൊരു സെറ്റിൽ നിന്നും എയിൽ നിന്നും ബിയിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതെപ്പോഴാണ് ഓൺ ടു ആവുന്നത്? ബിയിലുള്ള എല്ലാ എലമെൻസിനും എയിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ നമ്മളതിനെ പറയുന്നതാണ് ഓൺ ടു എന്ന് വിളിക്കും. അതായത് ബിയിലുള്ള ഒരു എലമെൻറ്റ് പോലും എയിൽ കണക്റ്റഡ് ആവാതെ ഉണ്ടാവാൻ പാടില്ല. അത്തരം ഫംഗ്ഷനെയാണ് നമ്മൾ ഓൺ ടു എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് ക്ലിയർ ചെയ്യാം. ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ എയറോ ഡയഗ്രാം ഇവിടെയുണ്ട്. F2 എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ എയറോ ഡയഗ്രത്തിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എയിലുള്ള എലമെൻറ്റ്സ് 1, 2, 3, 4 ആണ്. ബിയിൽ 3 എലമെൻറ്റ്സ് A, B, C ആണ്. നമുക്കറിയാം എയിൽ നിന്നും ബിയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ് F2. തീർച്ചയായിട്ടും ഫംഗ്ഷനാണ്. എല്ലാ എലമെൻസിനും എയിലുള്ള എല്ലാ എലമെൻസിനും ബിയിലേക്ക് ഇമേജ് കിട്ടുന്നുണ്ട്. യുണീക്ക് ഇമേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് 1 ആയിരിക്കുമോ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1 എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻറ്റ് എലമെൻസിന് ഡിഫറെൻറ്റ് ഇമേജസ് വരണം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എന്തല്ല? 1 അല്ല. 1 അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഇതിനെ എന്ത് വിളിക്കാം? മെനി വൺ എന്ന് വിളിക്കാം അല്ലേ? 1 അല്ലാത്തതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മെനി വൺ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മെനി വൺ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് സംശയമൊന്നുമില്ല. ഇനി നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഈ ഫംഗ്ഷനിൽ ബിയിലുള്ള എല്ലാ എലമെൻറ്റിനും എയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടാവും അല്ലേ? അതായത് എയുടെ പ്രീ ഇമേജ്, സ്മോൾ ലെറ്റർ എയുടെ പ്രീ ഇമേജ് 1 അല്ലെങ്കിൽ 2 എടുക്കാം. അതുപോലെ ബിയുടെ പ്രീ ഇമേജ് 3 ആണ്. സിയുടെ പ്രീ ഇമേജ് 4 ആണ്. അപ്പോൾ ബിയിലുള്ള എല്ലാ എലമെൻസിനും നമുക്ക് എയിലൊരു പ്രീ ഇമേജ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. അത്തരം ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺ ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടുവും കൂടിയാണ്. ഇനി നമുക്കിവിടെ നോക്കാം ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഇത് 1 ആണോ എന്ന് നോക്കാം നമുക്ക് ആദ്യം. നമ്മൾ 1 പഠിച്ചതാണ്.
ഈ ഫംഗ്ഷൻ 1 1 ആണോ? ഡിഫറെൻറ്റ് എലമെൻസിന് ഡിഫറെൻറ്റ് ഇമേജസ് ഇവിടെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് 1 1നെ കുറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് ഉടനെ എഴുതാം ഇതൊരു 1 1 ഫംഗ്ഷനാണ്. ഇനി ഇത് ഓൺ ടു ആണോ നമുക്ക് നോക്കാം. ഓൺ ടു ആവണമെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെൻസിനും എയിൽ പ്രീമേജ് ഉണ്ടായിരിക്കണം. അതായത് ബി എന്ന് പറഞ്ഞാൽ കോഡൊമെയിൻ ആണ് അല്ലേ. കോഡൊമെയിനുള്ള എല്ലാ എലമെൻസിനും നമ്മുടെ സെറ്റ് എയിൽ ഒരു പ്രീമേജ് ഉണ്ടായിരിക്കണം. ഒന്നും അതിൽ കൂടുതലോ ആവാം. അപ്പോൾ അവിടെ 1 എന്ന് പറയുന്ന എലമെൻറ്റിന് പ്രീമേജ് ഉണ്ട്, 4-നുണ്ട്, അതുപോലെ 9-നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിതിനെ എന്ത് പറയാം? ഓൺ ടുവും കൂടിയാണിത്. അപ്പോൾ ഇത് 1 1ഉം ഓൺ ടു ആണ്. ഇനി ഈ നേരത്തെ നമ്മളെടുത്ത സെറ്റ് ഫങ്ഷൻസ് ഒന്ന് നോക്കാം നമുക്ക്. ആദ്യം എടുത്ത F1ഉം F2ഉം ഇത് 1 1 ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്കിത് 1 1 ആണോ നോക്കാം. നേരത്തെ നമ്മൾ നോക്കി വെച്ചതാണ് 1 1 ആണെന്ന്. ഓൺ ടു ആണെന്ന് നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് ഓൺ ടു ആണെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെൻസിനും എയിൽ പ്രീമേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 1ൻ്റെ പ്രീമേജ് 1 ആണ്, 4-ന് പ്രീമേജ് ഉണ്ട് 2 ആണ്, 9-നുണ്ട് 3 ആണ്, പക്ഷേ 8-നില്ല. അപ്പോൾ ഒരു എലമെൻറ്റിന് പ്രീമേജ് കിട്ടുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ബി ഈ F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരായിരിക്കില്ല? ഓൺ ടു അല്ല. ഓൺ ടു അല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? ഇൻടു എന്നാണ് പറയുക. ഓൺ ടു അല്ലാത്തതിനെ ഇൻടു എന്ന് പറയും. അപ്പോൾ ഈ F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്നും ബിയിലേക്കുള്ള 1 1 ഇൻടു ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് F1. ഇനി F2ലേക്ക് നോക്കാം നമുക്ക്. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് 1 1 അല്ല. അതുകൊണ്ട് നമ്മളതിനെ മിനി 1 എഴുതുന്നു. ഇനി ഇത് ഓൺ ടു ആണോ നമുക്ക് നോക്കാം. ഓൺ ടു ആവണമെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെൻസിനും എയിൽ പ്രീമേജ് കിട്ടണം. 1ന് പ്രീമേജ് ഉണ്ട്, 2 പ്രീമേജ് ഉണ്ട്, 4-ന് പ്രീമേജ് ഉണ്ട്, 9-നുണ്ട്, പക്ഷേ 8-നില്ല. അപ്പോൾ ഇതെന്താണ്? മെനി 1 ആണ്, പക്ഷേ അത് ഇൻടു ആണ്. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകുമ്പോഴുള്ള അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകുമ്പോൾ അതിൻ്റെ കോഡൊമെയിൻ, ഈ ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഓൺ ടു ആണ് അല്ലേ. ഇത് രണ്ടും ഓൺ ടു ആണ്. ഓൺ ടു ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ഫംഗ്ഷൻ്റെ റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ജോഡികൾ നമുക്ക് നോക്കാം. 1 1 2 4 3 9 ആണ് ഇതിൻ്റെ ഈ ഫംഗ്ഷനിൽ വരുന്ന ഓർഡേർഡ് പെയേഴ്സ്. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് 1 2 3, അതായത് എ തന്നെയാണ്. റേഞ്ച് എന്ന് പറയുന്നത് 1 4 9 ആണ്. പക്ഷേ റേഞ്ച് ഏതിനോട് ഈക്വൽ ആകുന്നുണ്ട്? ബിയോട് ഈക്വൽ ആകും. ബി എന്ന് പറയുന്ന മുഴുവൻ സെറ്റും ബി നമ്മൾ പറയുന്നത് കോഡൊമെയിൻ എന്നാണ് അല്ലേ. അപ്പോൾ റേഞ്ച് കോഡൊമെയിനോട് ഈക്വൽ ആവുന്ന കേസിൽ ഫംഗ്ഷൻ തീർച്ചയായിട്ടും ആരായിരിക്കും? ഓൺ ടു ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2 എക്സാമ്പിളിലും റേഞ്ച് കോഡൊമെയിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെയും റേഞ്ച് ആരാണ്? എ ബി സി ആണ്. അത് കോഡൊമെയിനോട് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഓൺ ടു ആണെന്ന് പറയാനുള്ള മറ്റൊരു വഴിയാണ് ഞാനിപ്പോൾ പറയുന്നത്. റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ തീർച്ചയായിട്ടും ഓൺ ടു ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. റേഞ്ച് ഈക്വൽ ടു കോഡൊമെയിൻ. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് മെയിനായിട്ട് നമ്മൾ 1 1ഉം ഓൺ ടുവും പറഞ്ഞു. 1 1 അല്ലാത്തതിനെ മിനി 1 എന്ന് പറഞ്ഞു, ഓൺ ടു അല്ലാത്തതിനെ ഇൻടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഏത് ടൈപ്പ് ഫംഗ്ഷനാണെന്ന് പറയുമ്പോൾ 1 1 ആണോ മിനി 1 ആണോ എന്ന് ആദ്യം തീരുമാനിക്കാം. അതിനുശേഷം ഓൺ ടു ആണോ ഇൻടു ആണോ എന്ന് പറയും. ഓൺ ടു അല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? ഇൻടു ആണെന്ന് പറയും. അപ്പോൾ ഈ 4 എറോ ഡയഗ്രത്തിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 2 മെയിനായിട്ടുള്ള 2 പ്രത്യേകതകളും ഉള്ള ഒരു ഫംഗ്ഷനാണ് ഈ മൂന്നാമത്തെ ഫംഗ്ഷൻ. ഈ മൂന്നാമത്തെ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 1 1ഉം ആണ്, ഓൺ ടു ആണ്. ഈ 1 1ഉം ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷനെ നമ്മളൊരു പ്രത്യേക പേരിലാണ് പറയുന്നത്. അതിനെ പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഒരുപാട് പ്രത്യേകതകൾ ഇനിയും ഉള്ള ഒരു ഫംഗ്ഷനാണ് ഈ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ബൈജക്റ്റീവ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എയിൽ നിന്നും ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു ഫംഗ്ഷനായിട്ട് തന്നെ നമുക്ക് കിട്ടും. നേരെ മറിച്ച് ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ ഒന്ന് എടുക്കുക. ഇവിടെ നമ്മൾ തിരിച്ച് ഒരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ
ഇതൊരു ഫംഗ്ഷനായിട്ട് വരുമോ? അതായത് 1A 2A 3B 4C എന്നിങ്ങനെയാണ് ഇതിനകത്തുള്ള ഓർഡേർഡ് പെയേഴ്സ്. ഈ ഓർഡേർഡ് പെയേഴ്സിനെ നമ്മൾ തിരിച്ചിടുവാണെങ്കിൽ A1 A2 B3 C4 ഇതൊരു ഫംഗ്ഷൻ ആയിരിക്കുമോ ബിയിൽ നിന്ന് എയിലേക്കുള്ള? തീർച്ചയായിട്ടും ആയിരിക്കില്ല. കാരണം എയുടെ ഇമേജ് 1 2 അങ്ങനെ 2 ഇമേജ് എക്ക് വരും. അതായത് തിരിച്ച് നമ്മൾ പോകുമ്പോൾ ബിയിൽ നിന്നും എയിലേക്ക് തിരിച്ച് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ഇതൊരു ഫംഗ്ഷനേ അല്ല. നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇതുപോലത്തെ ഫംഗ്ഷനിൽ സാധിക്കും. 1ൻ്റെ ഇമേജ് 1ഉം 4ൻ്റെ ഇമേജ് 2ഉം 9ൻ്റെ ഇമേജ് 3ഉം ആയിട്ട് നമ്മൾ തിരിച്ച് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഫംഗ്ഷനായിട്ട് വരും. അത്തരം ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ഉള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഇപ്പം നമ്മൾ പറഞ്ഞ ഈ 1 1 on 2 ഫംഗ്ഷൻസിന് മാത്രമേ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ്റെ പ്രത്യേകതയാണ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻസിന് മാത്രമേ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 4 ഫംഗ്ഷനകത്തും ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. ബിയിൽ നിന്നും എയിലേക്കൊരു ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ പഠിച്ച ഈ ഡെഫിനിഷൻസ് നമുക്കൊന്ന് മാത്തമാറ്റിക്കൽ ടേംസിലൊന്ന് പരിശോധിക്കാം. 1 1 എന്ന് പറഞ്ഞാൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ലേ? എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഡിഫൈൻഡ് ടു ബി 1 1 ഇഫ് ദി ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഓഫ് എക്സ് അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ഇമേജ് ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത് മാത്തമാറ്റിക്കലി പറയുമ്പോൾ ഫോർ എവറി x1, x2 ബിലോങ്സ് ടു എക്സ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അതായത് ഇമേജസ് സെയിം ആണെങ്കിൽ എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. തിരിച്ചു പറയുകയാണെങ്കിൽ എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഇമേജസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കോൺട്രാ പോസിറ്റീവാണ് നമ്മളതിൽ ഡെഫിനിഷനകത്ത് പറയുന്നത്. എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കാം. ഫോർ എവറി x1, x2 ബിലോങ്സ് ടു എക്സ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ഇതാണ് 1 1 ആകാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. ചില പ്രോബ്ലംസ് പ്രൂവ് ചെയ്യുന്ന പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഈ രീതിയിലാണ് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇനി 1 1 അല്ലാത്തതിനെ നമ്മൾ എന്താ പറയുന്നത്? മെനി 1. അപ്പോൾ അതർവൈസ് ഇഫ് ദി ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1 എഫ് ഈസ് കോൾഡ് മെനി 1. 1 1 അല്ലാത്ത ഫംഗ്ഷനെ നമ്മൾ മെനി 1 എന്ന് പറയുന്നു. ഇനി ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ മറ്റൊരു പേരാണ് സബ്ജക്റ്റീവ്. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് സെറ്റ് ടു ബി സബ്ജക്റ്റീവ് ഇഫ് എവറി എലമെൻറ്റ് ഓഫ് വൈ, അതായത് കോഡൊമൈൻ, എവറി എലമെൻറ്റ് ഓഫ് വൈ ഈസ് ദി ഇമേജ് ഓഫ് സം എലമെൻറ്റ് ഓഫ് എക്സ് അണ്ടർ എഫ്. അതായത് എക്സിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആയിരിക്കണം വൈയിലുള്ള ഒരു എലമെൻറ്റ്. വൈയിലുള്ള എല്ലാ എലമെൻറ്റും അതുപോലെ തിരിച്ച് എക്സിലൊരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് വൈ ഈസ് ദി ഇമേജ് ഓഫ് സം എലമെൻറ്റ് ഓഫ് എക്സ് അണ്ടർ എഫ്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ ടേമിൽ എഴുതുമ്പോൾ ഫോർ എവറി വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ വൈ മീൻസ് എവറി എലമെൻറ്റ് ഇൻ വൈ ദർ എക്സിറ്റ്സ് എക്സ് ബിലോങ്സ് ടു എക്സ്. അതായത് ഒരു എക്സ് എങ്കിലും ഉണ്ടായിരിക്കണം. എങ്ങനെയുള്ള എക്സ്? എക്സിൻ്റെ ഇമേജ് വൈ ആവുന്ന രീതിയിൽ അണ്ടർ എഫിൽ ഇമേജ് വൈ ആവുന്ന രീതിയിലുള്ള ഒരു എക്സ് നമ്മുടെ ആദ്യത്തെ സെറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ വൈയിലുള്ള എല്ലാ എലമെൻറ്റിനും നമുക്കൊരു എക്സ് ഇവിടെ ഉണ്ടായിരിക്കണം. പ്രീ ഇമേജ് ആയിട്ട് വരുന്ന ഒരു എക്സ് ഈ ആദ്യത്തെ സെറ്റ് ക്യാപിറ്റൽ എക്സിൽ ഉണ്ടായിരിക്കണം. അതാണ് ഓൺ ടു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇത് മാത്തമാറ്റിക്കൽ ടേമിൽ എഴുതുമ്പോൾ നമ്മളതിൻ്റെ ആ എഴുതുന്നതിൻ്റെ ശൈലി ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു ഈസ് കോൾഡ് ബൈജക്റ്റീവ്. ഒരു ഫംഗ്ഷൻ വിച്ച് ഈസ് 1 1 ഓൺ ടു ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ്. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് തന്നിരുന്നാൽ ആ ഫംഗ്ഷൻ 1 1 ആണോ എന്ന് നോക്കാനുള്ള ഒരു ടെസ്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അതായത് ഈ
1 ആണോ, ഈ ഫംഗ്ഷൻ 1 ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ അസ്യൂം ചെയ്യുക. അതായത് എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈൻ. നമ്മുടെ എക്സ് ആക്സ് ഇവിടെ ഉണ്ട്, ഇത് വൈ ആക്സ് ആണ്, ഒറിജിൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്, അത് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ടെസ്റ്റ് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ലൈന്, ഒരു ലൈന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, എക്സ് ആക്സിന് പാരലായിട്ടുള്ളൊരു ലൈൻ. ആ ലൈന് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, വൈ ആക്സിലൂടെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫിൽ ഒന്നിൽ കൂടുതൽ പോയിൻറ്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്തായിരിക്കില്ല, 1 ആയിരിക്കില്ല. എന്തായിരിക്കും കാരണം നമുക്ക് നോക്കാം. ആ ഗ്രാഫ് ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രാഫ് 2 പോയിൻറ്റിൽ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ 2 പോയിൻറ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. താഴോട്ടേക്ക് ഗ്രാഫ് പോയാൽ തീരെ ടച്ച് ചെയ്യുന്നില്ല. അത് നമുക്ക് വേറൊരു കേസാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ മുകളിലേക്ക് വരുമ്പോൾ, ആ ലൈന് മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ 2 പോയിൻറ്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആ ടച്ച് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്, ആ പോയിൻറ്റിലുള്ള വൈ വാല്യൂ, അതായത് ടച്ച് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്താൽ ഈ ഒരു പോയിൻ്റ് ഈ ഒരു പോയിൻറ്റിലും ഒരേ ഉയരത്തിലാണുള്ളത്, ഒറിജിനിൽ നിന്ന് ഒരേ ഉയരത്തിലാണ്. അതിൻ്റെ അർത്ഥം ഒറിജിനിൽ നിന്ന് ഒരേ ഉയരത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ഒരേ വൈ വാല്യൂ ആണെന്ന് അർത്ഥം. അതായത് ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ ആ പെയറിൻ്റെ വൈ വാല്യൂ സെയിം ആണ്, ഈ 2 പെയറിൻ്റെ വൈ വാല്യൂ സെയിം ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് വാല്യൂ മറ്റൊന്നാണ്. കാരണം എക്സ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു ഗ്രാഫിലൂടെ, ഈ ഗ്രാഫിലൂടെ നമ്മൾ താഴോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ എക്സ് ആക്സിൽ മുട്ടുന്നതാണ് അതിൻ്റെ എക്സ് വാല്യൂ അല്ലേ. അതുപോലെ ഈ പോയിൻറ്റിൻ്റെ എക്സ് വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എക്സ് കോർഡിനേറ്റ്. താഴോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്കവിടെ എക്സ് കോർഡിനേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെയും 2 എക്സ് കോർഡിനേറ്റ് ഉണ്ട്, പക്ഷേ അതിന് രണ്ടിനും ഏതായിരിക്കും വൈ വാല്യൂ, ഇതായിരിക്കും അതിൻ്റെ വൈ വാല്യൂ. അപ്പോൾ ഈ 2 പോയിൻറ്റിലും, ഗ്രാഫിലുള്ള 2 പോയിൻ്റാണത്, ഈ 2 പോയിൻറ്റിലും വൈ വാല്യൂ സെയിം ആണ്, പക്ഷേ എക്സ് വാല്യൂ ഡിഫറെൻ്റ് ആണ്. കാരണം ഒന്ന് പോസിറ്റീവും ഇത് നെഗറ്റീവായിരിക്കും, മറ്റൊന്ന് പോസിറ്റീവായിരിക്കും വലതുഭാഗത്തുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രാഫ് എന്തായിരിക്കില്ല, 1 ആയിരിക്കില്ല. അതായത് വൈയിലുള്ള വാല്യൂവിൻ്റെ പ്രീ ഇമേജാണ് എക്സിൻ്റെ വാല്യൂസ്. അപ്പോൾ ഒരേ വൈ വാല്യൂവിന് 2 പ്രീ ഇമേജ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രീ ഇമേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, 1 ഫംഗ്ഷൻ ആയിരിക്കില്ല. 2 എക്സ് വാല്യൂവിന് ഒരേ വൈ വാല്യൂ ഇമേജ് കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോഴവിടെ ഫംഗ്ഷൻ എന്താവില്ല, 1 ആവില്ല. അപ്പോൾ 1 അല്ല എന്ന് നമുക്ക് ആണോ അല്ലെങ്കിൽ അല്ലയോ എന്ന് നമുക്ക് ഈ ടെസ്റ്റിലൂടെ പരിശോധിക്കാൻ പറ്റും. അപ്പോൾ 2 പോയിൻറ്റിൽ മുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് 1 അല്ല. ഇനി ഇതിലൂടെ തന്നെ ഓൺ ടു ആണോ എന്ന് എങ്ങനെ നമ്മൾ നോക്കും. അപ്പോൾ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളത് റിയൽ ആക്സിസ്, അതായത് എക്സ് ആക്സ് റിയൽ നമ്പറിലാണ്, വൈ ആക്സ് റിയൽ നമ്പറാണ്. പക്ഷേ ഈ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആകുമ്പോഴാണ് ഫംഗ്ഷൻ ഓൺ ടു ആകുന്നത്. അപ്പോൾ ഇവിടെ റേഞ്ച് എന്തായിരിക്കും, ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഗ്രാഫിൻ്റെ പൊസിഷൻ നോക്കിയാൽ നമുക്ക് റേഞ്ച് കിട്ടും. എങ്ങനെയാണ് റേഞ്ച് കിട്ടുന്നത്, ഗ്രാഫ് മുഴുവനായിട്ടും ഒറിജിനിൽ നിന്നും മുകളിലോട്ടാണ് അല്ലേ, ഒറിജിനിൽ നിന്നും മേലോട്ടൊക്കെയാണ് നമ്മൾ ഗ്രാഫ് ഉള്ളത്. അതായത് എക്സ് ആക്സിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് ഗ്രാഫ് വരുന്നതേ ഇല്ല. ഇതാണ് എക്സ് ആക്സിസ്. ഗ്രാഫ് ഇവിടെ ഒറിജിനിൽ നിന്നും മുകളിലേക്ക് മാത്രമേ ഉള്ളൂ, താഴത്തെ ഭാഗത്ത് ഗ്രാഫിൻ്റെ പോർഷൻ വരുന്നതേ ഇല്ല. അതിനർത്ഥം ഈ ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്, വൈ വാല്യൂ മുഴുവനായിട്ടും 0ൻ്റെ മുകളിലേക്കുള്ള വാല്യൂസാണ്. അതായത് 0 to ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ 0 to ഇൻഫിനിറ്റി ആണ് റേഞ്ച് എങ്കിൽ റിയൽ നമ്പർ മുഴുവനായിട്ടും അതിൻ്റെ റേഞ്ചായിട്ട് വരുന്നില്ലല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു നമ്പറിനും എന്തുണ്ടാവില്ല, പ്രീ ഇമേജ് കിട്ടൂല. അപ്പോൾ ഇവിടെ 0 to ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ വൈ ആക്സിസ് മൊത്തമായിട്ട് ഇതിൻ്റെ റേഞ്ചായിട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല, ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. കാരണം വൈ ആക്സിസ് മുഴുവനായിട്ടും ഇതിൻ്റെ റേഞ്ചായിട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ അത് എന്താവില്ല, റിയൽ സെറ്റ് നമ്മൾ കോഡൊമൈനായിട്ട് എടുക്കുമ്പോൾ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് എന്നുള്ള കണ്ടീഷൻ ഇവിടെ കിട്ടൂല. കാരണം റേഞ്ച് 0 to ഇൻഫിനിറ്റി വരെയേ ഉള്ളൂ. കോഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ സെറ്റ് മൊത്തമായിട്ടും വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താവില്ല, ഓൺ ടു ആയിരിക്കില്ല. അപ്പോൾ ഇത് 1 അല്ല, ഓൺ ടു അല്ല, അങ്ങനെയുള്ളൊരു ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്.
ഈ ഫംഗ്ഷൻ ഞാൻ mod x ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ mod x എന്നുള്ള ഫംഗ്ഷനെ പറ്റി നമുക്ക് എന്ത് പറയാം? y ഈക്വൽ ടു mod x അല്ലെങ്കിൽ f of x ഈക്വൽ ടു mod x എന്നുള്ള ഫംഗ്ഷനാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ ഫംഗ്ഷൻ 1 അല്ല ഓൺ ടു അല്ല. ഇനി മറ്റൊരു ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഈ ഫംഗ്ഷൻ ഞാനിവിടെ ഉദ്ദേശിച്ചത് f of x ഈക്വൽ ടു എക്സ് ക്യൂബാണ്, പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇനി ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫ് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നോക്കിയിട്ട് ഈ ഫംഗ്ഷൻ 1 ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. കുറേ ലൈൻസ് നമ്മൾ വരച്ച് നോക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ജിയോജിബ്രയിൽ ചെയ്യുമ്പോൾ ഒരു ലൈനിന് നമുക്ക് y ആക്സിലൂടെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഒരു ലൈൻ വരച്ചിട്ട് അതിനിങ്ങനെ മേലോട്ടേക്ക് താഴോട്ടേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ലൈൻസ് വരച്ച് നോക്കുമ്പോൾ എവിടെ വരച്ചാലും ഈ ഗ്രാഫിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഈ ലൈന് ടച്ച് ചെയ്യുന്നുള്ളൂ. അതായത് ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഈ ലൈന് മുട്ടുന്നുള്ളൂ ഗ്രാഫിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഏതൊരു പോയിൻ്റ് എടുത്താലും, ഗ്രാഫിലുള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഡിഫറെൻ്റ് ആണ്. അതായത് ഡിഫറെൻറ്റ് എക്സ് വാല്യൂസിന് ഡിഫറെൻറ്റ് വൈ വാല്യൂസ് കിട്ടും. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഈ ടെസ്റ്റിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ഫംഗ്ഷൻ എന്താണ്? 1 ഫംഗ്ഷനാണ്. y ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലെങ്കിൽ f of x ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ 1 ഫംഗ്ഷനാണ്. ഇനി ഇത് ഓൺ ടു ആണോ നമുക്ക് നോക്കുന്നത്. ഓൺ ടു ആവണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ y ആക്സിസ് ആണ് ഇതിൻ്റെ കോഡൊമൈനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫ് ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത് ഒരു പ്രത്യേക പോർഷനിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇൻഫിനിറ്റിലേക്ക് പോകുന്ന ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ y ആക്സിസിൽ മുഴുവനായിട്ടും കവർ ചെയ്തുകൊണ്ടാണ് ഈ ഗ്രാഫ് മുകളിലേക്ക് പോകുന്നത്. അതായത് ഇവിടെ ഏതൊരു പോയിൻ്റ് നമ്മൾ എടുത്താലും അതിന് പ്രീ ഇമേജ് ആയിട്ട് എക്സ് ആക്സിലൊരു പോയിൻ്റ് നമുക്ക് കിട്ടും. അതായത് ഗ്രാഫിനകത്തുള്ള ഏതൊരു വൈ വാല്യൂവിനും എക്സ് ആക്സിൽ പ്രീ ഇമേജ് ഉണ്ട്. അതായത് ഗ്രാഫ് മൊത്തമായിട്ടും ഈ പ്ലെയിനിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത്, വൈ വാല്യൂസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഗ്രാഫ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു കൂടിയാണ്. ഈ ഫംഗ്ഷൻ 1 ഓൺ ടു ആണ്. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഫ്രം ആർ ടു ആർ എന്നാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്, ഓൺ ടു ആണ്. അപ്പോൾ 1 ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷനാണ് f of x ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള ഈ ഫംഗ്ഷൻ. ഇപ്പോൾ ചിത്രത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് എവിടെ നമ്മൾ ലൈൻ വരച്ചാലും ഈ ഹൊറിസോണ്ടൽ ലൈൻ അതിൽ ടച്ച് ചെയ്തുകൊണ്ട് പോകും. നേരത്തെ നമ്മൾ നോക്കിയ ഈ ഗ്രാഫിനകത്ത് എന്താണ് പ്രത്യേകത? ഈ ഹൊറിസോണ്ടൽ ലൈന് ഒരു പ്രത്യേക സ്റ്റേജ് എത്തുമ്പോൾ കണ്ടില്ലേ, ഗ്രാഫിൽ എവിടെയും മുട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെയൊന്നും ആ ഫംഗ്ഷൻ്റെ വൈ വാല്യൂസിന് പ്രീ ഇമേജ് ഇല്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ താഴോട്ടേക്ക് പോകുമ്പോൾ ഗ്രാഫ് മുട്ടുന്നില്ല, ലൈന് ഗ്രാഫിൽ മുട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും അതിന് പ്രീ ഇമേജ് ഇല്ല എന്നർത്ഥം. അപ്പോൾ ഇത് ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. അപ്പോൾ പക്ഷേ നമുക്ക് ഇവിടെയുള്ള ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഗ്രാഫിൽ എവിടെ ലൈന് വരച്ചാലും ഗ്രാഫിൽ മുട്ടും. അപ്പോഴത് എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ്റെ പ്രത്യേകതയാണ്. ഏത് സ്ഥലത്ത് നമ്മൾ വൈ ആക്സിലുള്ള ലൈന് വരച്ചാലും ഹൊറിസോണ്ടൽ ലൈന് വരച്ചാലും ഗ്രാഫിനകത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് 1 ആണോ ഓൺ ടു ആണോ എന്ന് പ്രത്യേകം നോക്കാൻ പറ്റും. അതായത് 1 ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ബൈജക്റ്റീവ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ബൈജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് ബിയിൽ നിന്നും എയിലേക്ക് നമുക്കൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ആ ഫംഗ്ഷന് നമ്മൾ പറയുന്ന പേരാണ് എഫ് ഇൻവേഴ്സ് എന്ന്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഈസ് ഫ്രം ബി ടു എ. അതായത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ആ എയറോ ഡയഗ്രത്തിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എയറോ ഡയഗ്രത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1 ഓൺ ടു എന്നുള്ള ഈ എക്സാമ്പിളിൽ നമുക്കതിനെ ഒന്ന് ഓർഡേർഡ് പെയറായിട്ടൊന്ന് എഴുതിയാൽ ആ ഫംഗ്ഷനെ നമ്മൾ ഓർഡേർഡ് പെയറായിട്ട് എഴുതുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 1 1 2 4 അതുപോലെ 3 9 ഇങ്ങനെയാണ് നമുക്കതിൻ്റെ ഓർഡേർഡ് പെയർ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഓർഡേർഡ് പെയർ. അതായത് ഈ 1 ഓൺ ടു ഫംഗ്ഷനെയാണ് ഞാൻ ഓർഡേർഡ് പെയറായിട്ട് എഴുതിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളതിനെ തിരിച്ചെഴുതുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് തിരിച്ചെഴുതുമ്പോൾ 1 1
അതുപോലെ 4 2 ബിയിൽ നിന്ന് എയിലേക്ക് പറയുമ്പോൾ 4 2 9 3 ഇങ്ങനെ എഴുതുമ്പോൾ ബിയിലുള്ള എല്ലാ എലമെൻസിനും ഇമേജ് കിട്ടുന്നുണ്ട്. നോക്കാം, ബിയിലുള്ള എല്ലാ എലമെൻസിനും എയിൽ പ്രീ ഇമേജ് കിട്ടുന്നുണ്ട്. അതുപോലെ എല്ലാ എലമെൻസിനും യുണീക്ക് ഇമേജസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഈ എഫ് ഇൻവേഴ്സും ഒരു ഫംഗ്ഷനാണ്. ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണമെങ്കിൽ എഫ് എന്തായിരിക്കണം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. എഫ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എഫ് ബൈജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. ബൈജക്റ്റീവ് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പോയിൻ്റാണ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് സംബന്ധിക്കുന്ന കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.